ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുകയാണ്. ചടങ്ങുകൾ തീർന്ന സമയത്ത് ആകാശത്ത് സൈന്യം പുഷ്പവൃഷ്ടി നടത്തി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. പ്രധാനമന്ത്രിയുടെ ശിലാന്യാസത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ. RSS മേധാവി മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്ത മറ്റുള്ളവർ. എന്തായാലും അതിഥികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തു കാത്തിരിക്കുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനകം പുറത്തേക്കെത്തും. ഇനി പൊതു മീറ്റിംഗ് ആണുള്ളത്. അവിടെ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട അതിഥികളെയും മറ്റും അഭിസംബോധന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ ജപിച്ച ചരട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ നിന്ന് ജപിച്ച ചരട് കെട്ടിക്കൊടുക്കുക എന്ന ശീലമുണ്ട്, രീതികളുണ്ട്. രേണുക, എന്തായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്തൊക്കെ, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെ, പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെ, ക്ഷേത്ര ദർശനത്തിന്റെ രീതി എന്തൊക്കെ എന്നതൊക്കെ സംബന്ധിച്ച് ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. രേണു സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് തന്നെ കയ്യിൽ പട്ടും അതോടൊപ്പം തന്നെ കിരീടവും ആയാണ്. അത് വെള്ളിക്കിരീടം ആയിരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വഴിപാട് എന്ത് എന്നതൊക്കെ ഇനിയും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതുപോലെ ഒരുപക്ഷെ സ്വർണ്ണ കിരീടമായി, വെള്ളിക്കിരീടമായി, മറ്റ് കാണിക്കയൊക്കെയായി ആയിരിക്കും ഇനി ഭക്തരുടെ ഒരു പ്രവാഹം. ഈ ചടങ്ങിന് നേതൃത്വം നൽകിയ കർമ്മികളെ പ്രധാനമന്ത്രി ആദരിക്കുന്ന ചടങ്ങ് ആണ് അത്. ഈ ചടങ്ങിന് നേതൃത്വം നൽകിയവരെ ആദരിക്കുന്നു അതേ ഗർഭഗൃഹത്തിൽ വെച്ചുകൊണ്ട് തന്നെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ തരത്തിൽ ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണിത്. ഇങ്ങനെ വിഗ്രഹത്തിനടുത്തേക്ക് എത്താൻ പറ്റും, നമുക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാൻ പറ്റും, അവിടെ ഫലമൂലാദികൾ ഉൾപ്പെടെയുള്ളവ ദേവന് സമർപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലൊന്നും അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു പ്രതിഷ്ഠയെ വണങ്ങി അവിടെ നിന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന്റെ അവസാന ഘട്ടം ആണ് ഇത്. ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പ്രതിഷ്ഠയെ വണങ്ങി പുറത്തേക്ക് പ്രധാനപ്പെട്ട അതിഥികൾ ഒക്കെ ഇരിക്കുന്ന ഇടത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കാണ് നേരത്തെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന, പ്രണാമം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെയുണ്ട്. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം എന്നത് പല നിലയിൽ ആണ്, പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ്. ഉത്തരേന്ത്യയിൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് കൂടുതൽ ആഴമുണ്ട്. കേരളത്തിലടക്കം ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കുന്ന സാഹചര്യം. ശിലാന്യാസത്തിനെത്തിയപ്പോഴും പ്രധാനമന്ത്രി ഇതുപോലെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർലമെന്റിലേക്ക് പ്രവേശിച്ചപ്പോഴും സാഷ്ടാംഗം പ്രണമിച്ചു. അതാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, ഇതൊരു ജീവിത സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. ഹൈന്ദവർ എന്ന ഒരു ജാതി മതം എന്നതിനപ്പുറത്ത് ഭാരതഭൂമിയിൽ ജീവിച്ചിരുന്നവരുടെ ഒരു സംസ്കാരം ആണ്. ആ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ബഹുമാനിക്കുക, ആദരിക്കുക, പ്രണമിക്കുക എന്നതെല്ലാം ഒരു ജീവിത പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥർ ആയിട്ടുള്ളവർ ഈ ചടങ്ങിനെ പിന്തുണയ്ക്കുകയും ഇതിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തത്. നമ്മൾ നേരത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് കണ്ടതാണ് പ്രാർത്ഥനാ ചടങ്ങിൽ. അത്തരത്തിൽ നിരവധി ആളുകൾ ആണ്, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ആണ് ഈ ചടങ്ങിന് നേരിട്ട് അതിഥികളായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രസാദമടക്കം ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രസാദമാണ് നൽകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനും രേണുക, അതും നമുക്ക് അറിയേണ്ടതുണ്ട്, എന്ത് പ്രസാദമാണ്. സത്യേന്ദ്രദാസ് ഉൾപ്പെടെയുള്ളവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ആചാര്യ സത്യേന്ദ്രദാസിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആനന്ദിബെൻ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ ആ തീർത്ഥമൊക്കെ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ആദ്യം തീർത്ഥം നേരത്തെ സ്വീകരിച്ചത്. എന്തായാലും അദ്ദേഹം പട്ടും ഒപ്പം തന്നെ വെള്ളിക്കിരീടവുമാണ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. അടക്കമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. പ്രസാദത്തിന്റെ ഒരു സ്വഭാവം എന്ത് എന്നതും ഒക്കെ വരും മണിക്കൂറുകളിലായിരിക്കും വ്യക്തമാവുക. കാരണം ചടങ്ങുകൾ പൂർത്തിയാക്കി, പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കി അദ്ദേഹം ഗർഭഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി. അല്പസമയത്തിനകം തന്നെ 8000-ഓളം വരുന്ന അതിഥികൾ, അതിൽ 500-ഓളം വരുന്ന അതിവിശിഷ്ട അതിഥികൾ, അവർക്ക് മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. ഇനി പൊതുസമ്മേളനം, പൊതു മീറ്റിംഗ് ആണ് നടക്കുന്നത്. അതിൽ പ്രധാനമന്ത്രി ഇവരെ എല്ലാം അഭിസംബോധന ചെയ്യും എന്നാണ് കരുതുന്നത്. ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, അതിന്റെ ഉൾഭാഗം
നേരത്തെ ചില ചിത്രങ്ങളിലും ദൃശ്യങ്ങളും പുറത്തു വന്നെങ്കിൽ പോലും ഇപ്പോൾ കൂടുതലായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. രാംലല്ല മിഴി തുറന്നിരിക്കുന്നു. ഇനി അനുഗ്രഹം തേടി കാണുന്ന ഒരു ദൃശ്യം ഒഴുക്ക് ഏറ്റവും ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായ, അതായത് ദർശനം എവിടെ നിന്നാണോ ലഭിക്കുന്നത് ആ ദൃശ്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ആ ഗർഭഗൃഹത്തിനകത്തെ വിഗ്രഹത്തിന് പുറത്തു നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായി ദർശനം സാധ്യമാകുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പലരും ഇനിയിപ്പോൾ എന്താണ് അവിടുത്തെ വിശിഷ്ടമായ പ്രസാദം എന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ശബരിമലയിലാണെങ്കിൽ അരവണയാണ്, പളനിയിൽ പോയാൽ പഞ്ചാമൃതമാണ്, ലഡു പ്രധാനപ്പെട്ട പ്രസാദമായി കിട്ടുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഈ അവലും മലരും ഒക്കെയാണ് കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുക. ഇപ്പോൾ ഇതുവരെ മുഖ്യ പൂജാരിമാരുൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രധാനമന്ത്രി അങ്ങോട്ട് ആദരം നൽകുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നു. ഋഷിവര്യന്മാരൊക്കെ അങ്ങനെ ആദരം അർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് മന്ത്രോച്ചാരങ്ങൾ. അദ്ദേഹത്തിന് മോതിരമാണ് എന്നത്, അതെ മോതിരമാണ്, സ്നേഹോപകാരമായിട്ട് മോതിരം സമ്മാനിക്കുകയാണ്. എന്തായാലും ഈ പല ആചാര്യന്മാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാത്തിരിപ്പായിരുന്നു ഇങ്ങനെ. ഈ വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഉള്ളവരാണല്ലോ ഈ ആചാര്യന്മാർ. അവർക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രം എന്നത് വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഊഷ്മളമായ സ്നേഹോപകാരങ്ങൾ പലരും നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും